കഥ തുടരുന്നു. അറിയാതെ ആക്രോശം പോലെ ഒരു ശബ്ദം പല്ലവിയിൽ നിന്ന് പുറത്തു വന്നു. ഡോക്ടറെ കാണാൻ കാത്തിരുന്നവർ മുഴുവൻ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. തങ്കവും. മുന്നോട്ട് ഓടുന്ന മകളെ കണ്ടപ്പോൾ അവർക്ക് യാതൊന്നും മനസ്സിലായില്ല. മോളെ എന്ന് വിളിച്ചുകൊണ്ട് തങ്കവും ചാടി എഴുന്നേറ്റു. അവർ വേച്ചുപോയി. ഒരു വശം ചരിഞ്ഞു വീഴാൻ ഭാവിച്ച തങ്കത്തിനെ അടുത്തുണ്ടായിരുന്ന ചിലർ പെട്ടെന്ന് താങ്ങി കസേരയിലിരുത്തി. അമ്മയുടെ ശബ്ദം പോലും പല്ലവി കേട്ടില്ല. അവളുടെ എരിയുന്ന കണ്ണുകളിൽ ശ്രീജിത്ത് ആയിരുന്നു. കോപാവസ്ഥത്താൽ അവളുടെ നാഡിഞരമ്പുകൾ വലിഞ്ഞു മുറുകി. തനിക്ക് പിറകിൽ എന്തോ ശബ്ദം കേൾക്കുകയും ആളുകൾ തിരിഞ്ഞു നോക്കുകയും ചെയ്യുന്നതറിഞ്ഞ് ശ്രീജിത്തും തിരിഞ്ഞു. തനിക്ക് നേരെ ഓടിയെടുക്കുന്ന പല്ലവിയെ കണ്ട് ഒരുമാത്രം അവൻ സ്തബ്ധനായി. അവിടെ നിന്ന് ഓടിപ്പോകാൻ അവൻ്റെ മനസ്സ് ആഗ്രഹിച്ചെങ്കിലും കാലുകൾ തറയിൽ ഉറച്ചതുപോലെയായി. പല്ലവി അവൻ്റെ തൊട്ടുമുന്നിൽ എത്തിക്കഴിഞ്ഞു. അടുത്ത നിമിഷം അവൾ ശ്രീജിത്തിൻ്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ച് ശക്തമായി കുലുക്കി. അപ്പോൾ അവൾക്ക് അപാരമായ ശക്തിയുണ്ടെന്ന് ശ്രീജിത്തിന് തോന്നി. പല്ലവി, അവൻ എന്തോ പറയാൻ ഭാവിച്ചു. മിണ്ടരുത് നീ. അവളുടെ പല്ലുകൾ ഞെരിഞ്ഞു. ചതിയൻ, ഞാനും എൻ്റെ വീട്ടുകാരും നിന്നോട് എന്തൊരു ദ്രോഹമാടാ ചെയ്തത്? ഉറക്കെയായിരുന്നു പല്ലവിയുടെ ചോദ്യം. ആളുകൾ അവർക്ക് ചുറ്റും കൂടി. ശ്രീജിത്തിന് നാവനങ്ങിയില്ല. അവൻ കുടുകുടെ വിയർത്തു. എന്താ കുട്ടി പ്രശ്നം? ആളുകൾ ആരോ തിരക്കി. ഇവൻ ഈ പെണ്ണോട് എന്തെങ്കിലും തോന്നിയാസം കാണിച്ചു കാണും. മറ്റൊരാൾ. ഇവനെ പോലുള്ളവന്മാരെ വിടരുത്. ആളുകൾ ശ്രീജിത്തിനെ കൈവയ്ക്കുമെന്ന അവസ്ഥയായി. വേണ്ട, ഒന്നും വേണ്ട. പല്ലവി അവൻ്റെ ഷർട്ടിൽ നിന്നും പിടിവിട്ടു. പക്ഷേ ഇവൻ്റെ നാവിൽ നിന്ന് എനിക്ക് ചിലത് കേൾക്കണം. സത്യങ്ങൾ അറിയണം. നീ അങ്ങോട്ട് മാറി നിൽക്കടാ. ആളുകൾ ശ്രീജിത്തിനെ ഭിത്തിക്ക് നേർക്ക് പിടിച്ചു തള്ളി. മോളെ. പിറകിൽ വീണ്ടും തങ്കത്തിൻ്റെ ശബ്ദം. പല്ലവി മെല്ലെ തിരിഞ്ഞു. എൻ്റെ പേര് വിളിച്ചു. ഇപ്പോൾ ഡോക്ടറെ കണ്ടില്ലെങ്കിൽ. പല്ലവിയുടെ കണ്ണുകൾ കുറുകി. പെട്ടെന്ന് ഒരു സെക്യൂരിറ്റി ജീവനക്കാരൻ ഓടിയെത്തി. എന്താ ഇവിടെ? ഇവനെ പോലുള്ള തെമ്മാടികളെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കണം. ഒരാൾ ഒച്ചയുയർത്തി. അതൊന്നും തൽക്കാലം വേണ്ട. പല്ലവി സെക്യൂരിറ്റി ജീവനക്കാരനെ നോക്കി. ചേട്ടാ, ഇയാളൊന്ന് ശ്രദ്ധിക്കുമോ? ഞാൻ അമ്മയെ ഡോക്ടറെ കാണിച്ചിട്ട് വേഗം വരാം. അവൾ അല്പം ഒന്നയഞ്ഞു. കുട്ടി പോയിട്ട് വാ, ഇവൻ എൻ്റെ റൂമിലുണ്ടാവും. പറഞ്ഞിട്ട് അയാൾ ശ്രീജിത്തിനെ പിടിച്ചു തള്ളി. അങ്ങോട്ട് നടക്കടാ. ഏതാനും ചില ആളുകളും അവർക്ക് പിന്നാലെ പോയി. പല്ലവി തങ്കത്തിനെ ഡോക്ടറുടെ അടുത്തെത്തിച്ചു. വിശദമായ പരിശോധനകൾക്ക് ശേഷം ഡോക്ടർ നേരത്തെ നൽകിയിരുന്ന ചില മരുന്നുകൾ മാറ്റി നൽകി. ശേഷം അറിയിച്ചു. കൂടുതൽ അലച്ചിലുണ്ടാകാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കഴിവതും റെസ്റ്റ് ചെയ്യണം. പല്ലവി സമ്മതിച്ചു. മരുന്നുകൾ വാങ്ങുന്നതിന് മുമ്പ് അവൾ തങ്കത്തെയും കൂട്ടി സെക്യൂരിറ്റി ജീവനക്കാരൻ്റെ റൂമിന് നേരെ നടന്നു. മോളെ, നമ്മൾ അനുഭവിക്കാനുള്ളത് ഏതായാലും അനുഭവിച്ചു കഴിഞ്ഞു. അവനെ ഇനി നിൻ്റെ ജീവിതത്തിലേക്ക് വേണ്ടെന്ന് നീ തീരുമാനിച്ചു കഴിഞ്ഞതല്ലേ? അപ്പോൾ പിന്നെ. തങ്കം പകുതിക്ക് നിർത്തി. എൻ്റെ തീരുമാനത്തിന് യാതൊരു മാറ്റവുമില്ലമ്മേ. പക്ഷേ എനിക്കറിയണം തക്ക സമയത്ത് അവൻ കാലുമാറിയതിൻ്റെ കാരണം. കള്ളങ്ങൾ മാത്രം പറഞ്ഞ് ഈ വിവാഹത്തിലേക്ക് എന്നെ വലിച്ചിട്ടത് എന്തിനെന്ന് അറിയണം. മകളുടെ ആവശ്യം ന്യായമാണെന്ന് തങ്കത്തിനറിയാം. എങ്കിലും അവർ ഓർമ്മപ്പെടുത്തി. പോലീസ് കേസിനൊന്നും പോകണ്ട. നമ്മുടെ ഒപ്പം നിൽക്കാൻ ആരും ഉണ്ടായെന്ന് വരില്ല. പല്ലവി അമർത്തി മൂളി. സെക്യൂരിറ്റി റൂമിന് പുറത്ത് കുറച്ച് പേർ അപ്പോഴും കൂടി നിന്ന് അകത്തേക്ക് എത്തി നോക്കുന്നുണ്ട്. അകത്ത് പിടിച്ചു നിർത്തിയിരിക്കുന്നത് ഒരു കള്ളനെയോ കൊലപാതകയോ ആണെന്ന ഭാവത്തിലാണ് അവർ. പല്ലവിയും തങ്കവും അടുത്തെത്തിയപ്പോൾ അവർ ഇരുഭാഗത്തേക്കും വഴിയൊഴിഞ്ഞു. ഹാഫ് ഡോർ തള്ളിത്തുറന്ന് ഇരുവരും അകത്ത് പ്രവേശിച്ചു. അപ്പോൾ 2 സെക്യൂരിറ്റി ജീവനക്കാർ ഉണ്ടായിരുന്നു അവിടെ. ഒരു കുറ്റവാളിയായി ഭിത്തിൽ ചാരി തലക്കുനിച്ച് നിൽക്കുകയാണ് ശ്രീജിത്ത്. നിങ്ങൾ രണ്ടാളിരിക്കെ. ഒരു സെക്യൂരിറ്റി ജീവനക്കാരൻ കസേര നീക്കിയിട്ടു. നിങ്ങൾ കൂടി വന്നിട്ട് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞിട്ട് പോലീസിൽ ഇൻഫോം ചെയ്യാമെന്ന് കരുതിയാണ് ഞങ്ങൾ. ഒരാൾ പറഞ്ഞു. അത് കേട്ട് ഞെട്ടിയതുപോലെ ശ്രീജിത്ത് ഒന്ന് മുഖമുയർത്തി. എന്നാൽ പല്ലവിയുടെ നോട്ടത്തെ നേരിടാനുള്ള കരുത്തില്ലാത്തവണ്ണം വീണ്ടും തലകുനിച്ചു. പല്ലവിയും തങ്കവും ഇരുന്നു. പുറത്തു നിൽക്കുന്നവർ കാത് കൂർപ്പിക്കുകയാണ്. ഇനി കാര്യം പറഞ്ഞോളൂ. സെക്യൂരിറ്റിക്കാരിൽ ഒരാൾ പല്ലവിയുടെ നേർക്ക് കണ്ണയച്ചു. ഒരു നിമിഷം ചിന്തിച്ചിരുന്നിട്ട് പല്ലവി നടന്നതത്രയും വിശദമായി പറഞ്ഞു. അത് ശരി. അപ്പോൾ നീ ഒരു കല്യാണ തട്ടിപ്പുകാരനാണല്ലേ? രണ്ടാമത്തെ സെക്യൂരിറ്റിക്കാരൻ പരിഹസിച്ചു. കൊച്ചെ, നിനക്കറിയുമോ? ഇവൻ്റെ ഭാര്യയെ 2ാമത്തെ ഡെലിവറിക്ക് വേണ്ടി ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാ. ഇത്തവണ പല്ലവിയും തങ്കവും ഒരുപോലെ ഞെട്ടി. അപ്പോഴിനി പോലീസിൽ അറിയിക്കാൻ വൈകുന്നില്ല. ഒരാൾ ഫോൺ എടുത്തു. പക്ഷേ രണ്ടാമൻ തടഞ്ഞു. വരട്ടെ വർഗീസേ, നമ്മളൊരു ഭാഗം മാത്രമല്ലേ കേട്ടുള്ളൂ. ഇവനെന്താണ് പറയാനുള്ളതെന്ന് കൂടി കേൾക്കാം. അയാൾ ശ്രീജിത്തിനെ നോക്കി. പറയടാ. കള്ളം പറഞ്ഞ് രക്ഷപ്പെടാമെന്നൊന്നും വിചാരിക്കല്ലേ. ശ്രീജിത്ത് പിന്നെയും മുഖമുയർത്തി. അവൻ്റെ കണ്ണുകൾ ചുവന്നിരുന്നു. വിറയ്ക്കുന്ന ചുണ്ടുകളിൽ നിന്ന് അക്ഷരങ്ങൾ അടർന്നു. പല്ലവി പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണ്. എൻ്റെ നിസ്സഹായതയും തൽക്കാലം പിടിച്ചു നിൽക്കാൻ കുറച്ച് പണവും ആവശ്യമായി വന്നതുമാണ് എന്നെ ഇങ്ങനെയൊരു നാടകത്തിന് പ്രേരിപ്പിച്ചത്. ശ്രീജിത്ത് സെക്യൂരിറ്റിക്കാരിൽ ഒരാളോട് തിരക്കി. എനിക്ക് കുറച്ച് വെള്ളം തരാമോ?
അയാൾ അലമാരയിൽ നിന്ന് പകുതി വെള്ളം അവശേഷിക്കുന്ന ഒരു ബോട്ടിലെടുത്ത് നീട്ടി. ശ്രീജിത്ത് അത് വാങ്ങി ആർത്തിയോടെ കുടിച്ചിട്ട് കുപ്പി മടക്കി നൽകി. പിന്നെ അവൻ പറഞ്ഞത് പല്ലവിയും തങ്കവും ഒരിക്കൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളാണ്. ദത്തൻ്റെ ഷാപ്പിലെ ഒരു ജീവനക്കാരൻ്റെ മകനായിരുന്നു അവൻ. അച്ഛൻ്റെ ചികിത്സയ്ക്കായി പണം പലിശയ്ക്കെടുത്ത് മുടിഞ്ഞവൻ. ആ സമയത്തായിരുന്നു വിവാഹവും. ആദ്യത്തെ കുട്ടി ജനിച്ചതോടെ അവൻ്റെ പ്രാരാബ്ദങ്ങൾ പിന്നെയും കൂടി. അപ്പോഴാണ് ഭാര്യ വീണ്ടും ഗർഭിണിയായത്. അബോർഷന് ശ്രീജിത്ത് അവളെ പ്രേരിപ്പിച്ചെങ്കിലും അവൾ വഴങ്ങിയില്ല. കണിച്ചുകുളങ്ങരയായിരുന്നു അവൻ്റെ വീട്. പലിശക്കാർ അവനെ സ്വസ്ഥത നൽകാതെ ആയപ്പോൾ ഒരു നാൾ അവൻ ആരോടും പറയാതെ മുങ്ങി. വന്നെത്തിയത് അമിച്ചകരിയിൽ ദത്തൻ്റെ അടുത്ത്. തൻ്റെ പഴയ തൊഴിലാളിയെ ഇനി സഹായിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ദത്തൻ കൈമലർത്തി. ഗൗതവും ചന്ദ്രികയും ഇടപെട്ടു. എന്തായാലും നമ്മുടെ പഴയ തൊഴിലാളിയുടെ മകനല്ലേ, നമ്മൾ ഇവനെ ഒരു ജോലി ഏൽപ്പിക്കും. അത് ഭംഗിയായി ചെയ്താൽ 2 ലക്ഷം രൂപ കൊടുക്കാം. ജോലി എന്തെന്ന് അറിയില്ലായിരുന്നെങ്കിലും ചന്ദ്രികയുടെ വാക്കുകളിൽ അവൻ വീണുപോയി. പണത്തിനു വേണ്ടി എന്തു ചെയ്യാൻ അവൻ ഒരുക്കമായി. അവൻ പറഞ്ഞത് കേട്ട് ധരിച്ചിരിക്കുകയായിരുന്നു പല്ലവിയും തങ്കവും. ശ്രീജിത്ത് തുടർന്നു. ജോലിയെക്കുറിച്ച് കേട്ടപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് വിഷമമൊന്നും തോന്നിയില്ല. എത്രയോ പെൺകുട്ടികളുടെ വിവാഹത്തിൻ്റെ അന്ന് തന്നെ മുടങ്ങുന്നു. അതുമാത്രമല്ല, പല്ലവിയെ ഗൗതത്തിന് വിവാഹം ചെയ്യാൻ വേണ്ടി തന്നെ ആണെന്നറിഞ്ഞപ്പോൾ കൂടുതലൊന്നും ചിന്തിച്ചില്ല ഞാൻ. ശ്രീജിത്ത് ഒന്ന് നിർത്തി ശ്വാസം വലിച്ചു വിട്ടു. ഗൗതം ലീസിന് എടുത്തു തന്ന ബുള്ളറ്റ് ബൈക്കിലാണ് ഞാൻ വന്നുകൊണ്ടിരുന്നത്. പല്ലവിയുടെ അച്ഛൻ ആറ്റിൽ വീണതോടെ എനിക്ക് ജോലി എളുപ്പമായി. ഗരുഡാഗിരിയിൽ അവർ എനിക്ക് താമസിക്കാൻ ഒരു വാടക വീടും ഏർപ്പാടാക്കി. അമ്മയെന്ന പേരിൽ കാണിക്കാൻ ഏതോ ഷാപ്പിൽ കരിക്കച്ചവടം നടത്തിയിരുന്ന ഒരു സ്ത്രീയെയും ഏർപ്പാടാക്കി. പിന്നെ ഗൗതം പറയുന്നത് അനുസരിച്ച് ഞാൻ ഓരോന്ന് ചെയ്തുകൊണ്ടിരുന്നു. വിവാഹ ചെലവിന് എന്ന പേരിൽ പല്ലവിയുടെ അമ്മയെ ഏൽപ്പിച്ച പണം പോലും ഗൗതം തന്നയച്ചതാണ്. ശ്രീജിത്ത് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. പല്ലവിയോട് ക്ഷമ ചോദിക്കാൻ മാത്രമേ ഇപ്പോൾ എനിക്കാവൂ. അതിന് ഞാൻ അർഹനല്ലെങ്കിൽ പോലും. ഇനി പല്ലവിക്ക് എന്നെ പോലീസിൽ ഏൽപ്പിക്കാനാണ് ഉദ്ദേശമെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ. പക്ഷേ ഒരപേക്ഷയുണ്ട്. എൻ്റെ ഭാര്യയെ ഏത് നിമിഷവും ലേബർ റൂമിലേക്ക് മാറ്റിയേക്കും. എൻ്റെ കുഞ്ഞിൻ്റെ മുഖം ഒരു വട്ടമെങ്കിലും കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. അതും പല്ലവി അനുവദിക്കുമെങ്കിൽ മാത്രം. ഇനിയൊക്കെ പല്ലവിയുടെ ഇഷ്ടം. ശ്രീജിത്ത് പറഞ്ഞു നിർത്തിയിട്ട് അവളുടെ മുഖത്തേക്ക് നോക്കി. ജനാലയിലൂടെ പുറത്തേക്ക് ശ്രദ്ധിച്ച് ചിന്താധീനയായി ഇരിക്കുകയാണ് പല്ലവി. മുറിയിൽ കനത്ത നിശബ്ദതയായിരുന്നു. എന്ത് ചെയ്യണം എന്ന ആലോചനയിലായിരുന്നു സെക്യൂരിറ്റി ജീവനക്കാരും. പല്ലവി ദീർഘമായി ഒന്ന് നിശ്വസിച്ചിട്ട് എഴുന്നേറ്റു. സെക്യൂരിറ്റിക്കാർ അവളെ തുറച്ചു നോക്കി. പല്ലവിയുടെ തീരുമാനം പറഞ്ഞില്ല. അവളുടെ ചുണ്ടിൻ കോണിൽ ഒരു പുച്ഛച്ചിരിയുണ്ടായി. എന്നെ ചതിച്ചിട്ട് ഇയാൾ നേടിയതൊന്നും ശാശ്വതമാകാൻ പോകുന്നില്ല സാർ. അങ്ങനെ കിട്ടിയ പണം കൊണ്ട് ഒരിക്കലും ഇയാളുടെ ദാരിദ്ര്യം തീരാനും പോകുന്നില്ല. ജീവിതകാലം മുഴുവനും ഇങ്ങനെ ഇരന്ന് ജീവിക്കാനാവും ഇയാളുടെ വിധി. അതുതന്നെയാണ് ഞാൻ ഇയാൾക്ക് വിധിക്കുന്ന ശിക്ഷയും. ആരുടെയും മറുപടിക്ക് കാത്തു നിന്നില്ല പല്ലവി. തങ്കവും എഴുന്നേറ്റ് കഴിഞ്ഞിരുന്നു. അമ്മയെയും കൂട്ടി അവൾ മുറിയിൽ നിന്നിറങ്ങി. അവിടെ എല്ലാം കേട്ടുകൊണ്ട് നിന്നവർ അവളോട് എന്തൊക്കെയോ ചോദിച്ചു. ഒന്നും അവൾ കേട്ടതായി ഭാവിച്ചില്ല. അവർക്ക് മറുപടി നൽകിയതുമില്ല. തങ്കത്തിനുള്ള മരുന്നുകളും വാങ്ങിയുള്ള മടക്കയാത്രയ്ക്കിടയിലും തികച്ചും മൂകയായിരുന്നു പല്ലവി. ചന്ദ്രികയും ദത്തനും ഗൗതവും വിവാഹ കാര്യങ്ങൾക്ക് തനിക്കൊപ്പം ചേർന്ന ഓരോ സംഭവവും അവളുടെ മനസ്സിൽ മാറി മാറി തെളിഞ്ഞുകൊണ്ടിരുന്നു. വീട് മടങ്ങിയെത്തിയപ്പോൾ ഒരു പൊട്ടിക്കരച്ചിലോടെ തങ്കം അകത്തേക്കോടി. ഗോപിദാസും മാധവനും ഭാനുമതിയും അമ്പരന്നു. ഡോക്ടർ എന്തെങ്കിലും പറഞ്ഞതാകും കാരണമെന്ന് മൂവരും കരുതി. ഗോപിയേട്ടാ, ഭർത്താവിൻ്റെ അരികിൽ ചെന്നിരുന്നു തങ്കം തേങ്ങി. മാധവനും ഭാനുമതിയും അങ്ങോട്ട് ചെന്നു. ഡോക്ടർമാർ അങ്ങനെ പലതും പറയും തങ്കം, മനുഷ്യരെ പേടിപ്പിക്കാൻ. നീ അതൊന്നും കാര്യമാക്കണ്ട. നിനക്കൊന്നും സംഭവിക്കുകയല്ല. ഭാനുമതി മരുമകളെ ആശ്വസിപ്പിച്ചു. ഡോക്ടർ ഒന്നും പറഞ്ഞതല്ല അമ്മാവി കാരണം. എന്നാലും ഞങ്ങളോട് ദത്തേട്ടനും ചന്ദ്രികയും ഗൗതവും അങ്ങനെ ചെയ്തല്ലോ, അതോർത്തിട്ടാ. തങ്കം സാരിത്തുമ്പ് ഉയർത്തി കണ്ണുകൾ ഒപ്പി. ഭാനുമതിക്ക് സംശയത്തിൻ്റെ ഒരു ചൂരടിച്ചു. അവർ എന്ത് ചെയ്തെന്നാടി? ശത്രുക്കളോട് പോലും ആരും ചെയ്യാത്ത കാര്യം. തങ്കം ശ്രീജിത്തിൽ നിന്ന് അറിഞ്ഞ കാര്യം അത്രയും പറഞ്ഞു കേൾപ്പിച്ചു. സകലരും സ്തബ്ധരായി. തന്നോട് ചന്ദ്രിക പറഞ്ഞതിൻ്റെ പൊരുൾ ഇപ്പോൾ ഭാനുമതിക്ക് ബോധ്യമായി. എങ്കിലും അവർ അക്കാര്യം മിണ്ടിയില്ല. അപ്പോൾ പല്ലവി അവിടേക്ക് വന്നു. എല്ലാവരും എല്ലാം അറിഞ്ഞല്ലോ. പക്ഷേ ഇനി ഇതേക്കുറിച്ച് ഈ വീട്ടിൽ ഒരു സംസാരം ഉണ്ടായിക്കൂടാ. അത്രയും പറഞ്ഞ് അവൾ മുറിവിട്ട് പോയി. അടുത്ത ദിവസം ബാലു രാവിലെ സ്കൂളിലേക്ക് പോയി. തങ്കവും പല്ലവിയും കടയിലേക്കും. രാവിലെ കഴിക്കാനുള്ള ഭക്ഷണം അവർ ഒപ്പം കൊണ്ടുപോവുകയായിരുന്നു. വള്ളം ഉണ്ടായിരുന്നെങ്കിൽ ഇക്കരെ വന്ന വേഗത്തിൽ കാപ്പി കഴിക്കാമായിരുന്നു. ഇപ്പോൾ പാലം കയറി പോകുന്നതിനാൽ ഏകദേശം 15 മിനിറ്റോളം എടുക്കും കടയിൽ ചെല്ലാൻ. തങ്കത്തോട് കടയിലേക്ക് ചെല്ലണ്ടെന്ന് പലവട്ടം പറഞ്ഞതാണ് പല്ലവി. അവർ സമ്മതിച്ചില്ല. എനിക്കൊന്നുമില്ലടി, ഒരിടത്ത് കുത്തിയിരുന്നാൽ അങ്ങനെ ഇരുന്ന് പോകും. ഇതായിരുന്നു തങ്കത്തിൻ്റെ മറുപടി. നല്ല പേടിയുണ്ടായിരുന്നെങ്കിലും പല്ലവി എതിർത്തില്ല. അമ്മയ്ക്ക് അത്യാവശ്യം വന്നാൽ താൻ അടുത്തുള്ളതാണ് നല്ലതെന്ന് അവൾക്കും തോന്നി.
ചിറയിലൂടെ നടന്ന് പാലത്തിലേക്ക് കയറി ഇരുവരും. എതിരെ ഒരു പയ്യൻ ബൈക്ക് പായിച്ചു വന്നപ്പോൾ ഇരുവരും കൈവരിയോട് ചേർന്ന് നിന്നു. ഒരു ടെമ്പോയ്ക്ക് കഷ്ടിച്ച് കടന്നു പോകാനുള്ള വീതിയേ ഉള്ളൂ പാലത്തിന്. വളരെ സാവധാനമാണ് തങ്കം നടന്നത്. അതിനനുസരിച്ച് പല്ലവിയും. പാലത്തിൽ നിന്ന് അവൾ തങ്ങളുടെ വീടിന് നേർക്ക് നോക്കി. പുത്തനാറ്റിൽ തങ്ങളുടെ കരിഞ്ഞ വള്ളത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടു. അവൾക്ക് മനസ്സിലൊരു നീറ്റൽ അനുഭവപ്പെട്ടു. അമ്മേ, അവൾ പതുക്കെ വിളിച്ചു. തങ്ക മകൾക്ക് നേരെ തിരിഞ്ഞു. നമ്മുടെ വള്ളം ആരാണ് കത്തിച്ചതെന്നോ ആരുടെ നിർദ്ദേശാനുസരണമായിരുന്നെന്നോ എന്തേലും സംശയമുണ്ടോ? തങ്കത്തിൻ്റെ നെറ്റി ചുളിഞ്ഞു. പാതിരാത്രി വന്ന് തോന്നിയാസം കാണിച്ചവരെ കുറിച്ച് ഞാൻ എന്ത് പറയാനാ? എന്നാൽ എനിക്ക് സംശയമുണ്ട്. വെറും സംശയമല്ല, അതാണ് സത്യം. തങ്കത്തിന് മനസ്സിലായില്ല. നീ ആരെയോ ഉദ്ദേശിക്കുന്നത്? ഒന്നുകിൽ ഗൗതം ചേട്ടൻ, അല്ലെങ്കിൽ ആ വീട്ടിലുള്ള എല്ലാവരും ചേർന്ന് തയ്യാറാക്കിയ പദ്ധതി. നടത്തിയത് അവർ നേരിട്ടോ ആരെക്കൊണ്ടെങ്കിലും ചെയ്യിച്ചതോ എന്നതിലേ സംശയമുള്ളൂ. തങ്കം കേട്ടുകൊണ്ട് നടന്നു. പല്ലവി തുടർന്നു. അല്ലാതെ ആർക്കാണമ്മേ ഈ നാട്ടിൽ നമ്മളോട് വിരോധമുള്ളത്? തങ്കം ചിന്തിച്ചു നോക്കി. പല്ലവി പറയുന്നതിലും കാര്യമുണ്ടെന്ന് അവൾക്കും തോന്നി. പക്ഷേ മറുപടി നൽകിയതെങ്ങനെ? ഒന്നും നേരിൽ കാണാതെ നമ്മൾ വിശ്വസിക്കരുത് മോളെ. ചിലപ്പോൾ നമ്മൾ സംശയിക്കുന്നവർ ആയിരിക്കില്ല യഥാർത്ഥ തെറ്റുകാർ. നമ്മൾ ശത്രുസ്ഥാനത്ത് നിർത്തുന്നവർ ചിലപ്പോൾ നിരപരാധികളായേക്കാം. തങ്കത്തിൻ്റെ വാദഗതികളെ ഖണ്ഡിക്കാൻ പോയില്ല പല്ലവി. അമ്മയുടെ വിശ്വാസം അങ്ങനെ തന്നെ ഇരിക്കട്ടെ. പാലം കടന്ന് അവർ AC റോഡിലെത്തി. ഇരുവശത്തേക്കും ചീറിപ്പായുകയാണ് വാഹനങ്ങൾ. ആ നേരത്ത് വീട്ടിൽ ഭാനുമതി മാധവനോട് പറയുകയായിരുന്നു. എന്നാലും ഗൗതം അങ്ങനൊരു ചതി ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. പല്ലവിയുടെ മുന്നിൽ ആ ശ്രീജിത്ത് ചെന്നപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഒന്നും ആരും അറിയില്ലായിരുന്നു. തിണ്ണയിലിരിക്കുകയായിരുന്നു ഇരുവരും. ഗോപിദാസ് പിന്നിലെ മുറ്റത്തെ ചെറിയ മാവിൻ്റെ ചുവട്ടിൽ വീൽ ചെയറിലുണ്ട്. പാടത്ത് ഞാറു നടന്നതും മറ്റും നോക്കിയിരിക്കുകയാണ്. നടിൽ മെഷീൻ വഴിയാണ് ആ ജോലി പുരോഗമിക്കുന്നത്. കയർ പിടിച്ച് പണ്ടൊക്കെ ഒരേ അകലത്തിൽ ഞാറു നട്ടിരുന്നത് അയാൾ ഓർത്തു. ഇന്ന് ആ ജോലി വളരെ വേഗത്തിലും കൃത്യതയിലും യന്ത്രം ചെയ്യുന്നു. യന്ത്രത്തിൽ ഞാറ് കെട്ടഴിച്ചു വെച്ചു കൊടുക്കണം എന്ന് മാത്രം. ആയിരക്കണക്കിന് വെള്ളക്കൊക്കുകളുണ്ട് പാടത്ത്. മെഷീനടുത്ത് ചെല്ലുമ്പോൾ അവ പറന്നുയരുകയും വീണ്ടും യഥാസ്ഥാനത്ത് വന്നിരിക്കുകയും ചെയ്യും. ചില വേളകളിൽ അവ നിരനിരയായി വരമ്പിൽ ഇരിക്കുന്നു. ഭാര്യ അങ്ങനെ പറഞ്ഞപ്പോൾ മാധവൻ തല തിരിച്ചു നോക്കി. ഭാനുമതി, നിനക്ക് നേരത്തെ സൂചനയില്ലായിരുന്നോ ദത്തനും ചന്ദ്രികയും എന്തെങ്കിലും ചതി പ്രയോഗിക്കുമെന്ന്? ഭാനുമതിയുടെ മുഖം വിവരണമായി. സൂചന എന്ന് പറഞ്ഞാൽ പല്ലവിയെ ഗൗതത്തിന് തന്നെ കിട്ടുമെന്ന് ഒരിക്കൽ ചന്ദ്രികമോൾ പറഞ്ഞിരുന്നു. എന്നാൽ ഇത്തരം ഒരു തന്ത്രമാണ് അവളുടെ ഉള്ളിലെന്ന് ഞാൻ വിചാരിച്ചില്ല. മാധവൻ അമർത്തി മൂളി. നിൻ്റേതല്ലേടി മോള്. തന്ത്രം മെനയുന്ന കാര്യത്തിൽ നീയും ഒട്ടും പിന്നിലല്ലായിരുന്നല്ലോ. ഭാനുമതിയുടെ മുഖം ഇരുണ്ടു. ദേ, ഒരുമാതിരി തോന്നിയാസം പറയരുത്. എനിക്കാകെ വിറഞ്ഞു വരുന്നുണ്ട്. ഞാൻ പറഞ്ഞത് തെറ്റാണോ? മാധവൻ്റെ ശബ്ദമുയർന്നു. വേണ്ട, ഈ സംസാരം ഇവിടെ വെച്ച് നിർത്താം. ഗോപി കേൾക്കണ്ട. പക്ഷേ ഒന്നെനിക്കറിയാം, നമ്മുടെ മോളാണേലും ചന്ദ്രികയുടെ ചില നേരത്തെ സ്വഭാവം എനിക്ക് പിടിക്കുന്നില്ല. ഇനി ഒരിക്കലും അവൾ നമ്മളെ നോക്കുമെന്ന വിചാരം വേണ്ട. നമുക്കിനി ആകെയുള്ള താൻ ഇവിടെ ഉള്ളവർ തന്നെ. അക്കാര്യം നോക്കിയും കണ്ടു നിന്നാൽ മതി. മാധവൻ മിണ്ടിയില്ല. ഗൗതം പല്ലവിയെ വിവാഹം ചെയ്തിരുന്നെങ്കിൽ ചന്ദ്രിക അവൾക്ക് യാതൊരു സ്വസ്ഥതയും കൊടുക്കില്ലായിരുന്നെന്ന കാര്യത്തിൽ അയാൾക്ക് സംശയമില്ലായിരുന്നു. ഇതിപ്പോൾ കുറച്ച് നാണക്കേടുണ്ടായെങ്കിലും അങ്ങനെ സംഭവിച്ചത് നന്നായെന്ന് അയാൾക്ക് തോന്നി. ഭാനുമതി എഴുന്നേറ്റ് അകത്ത് പോയി തൻ്റെ പഴയ മൊബൈൽ ഫോൺ എടുത്തുകൊണ്ടുവന്നു. സത്യം എല്ലാവരും തിരിച്ചറിഞ്ഞ സ്ഥിതിക്ക് അത് ചന്ദ്രികയോട് ചോദിച്ചില്ലെങ്കിൽ ശരിയാവത്തില്ല. അവളും ഭർത്താവും മകനും മാത്രം അങ്ങനെ മിടുക്കരായാൽ പോരല്ലോ. മാധവൻ അത് വേണ്ട എന്ന് പറയുന്നതിന് മുമ്പ് ഭാനുമതി കോൾ അയച്ചു കഴിഞ്ഞു. അപ്പുറത്ത് 4ാമത്തെ ബെല്ലിന് അറ്റൻഡ് ചെയ്യപ്പെട്ടു. ഹലോ, എന്തുണ്ടമ്മ വിശേഷം? പല്ലവിയുടെ വള്ളം ആരോ കത്തിച്ചെന്ന് കേട്ടു, നേരാണോ? കോൾ എടുത്തതേ ചന്ദ്രിക ചോദിച്ചത് അങ്ങനെയാണ്. ഭാനുമതിയുടെ പുരികമൊന്ന് ചുളിഞ്ഞു നിവർന്നു. ഇവിടെ വിശേഷങ്ങൾ ഉണ്ടാകും മുമ്പേ അതറിയുന്നത് നീയായിരിക്കുമല്ലോ. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു തരണേ മോളെ? ചോദ്യം ശാന്തമായിരുന്നെങ്കിലും വാക്കുകൾക്കിടയിലെ മുൾമുന ചന്ദ്രിക തിരിച്ചറിഞ്ഞു. എങ്കിലും അവൾ അജ്ഞത നടിച്ചു. അമ്മയെന്താ മനസ്സിൽ വച്ചുകൊണ്ട് പറയും പോലെ? മനസ്സിൽ വയ്ക്കാതെ പറയാടി. വള്ളം കത്തിച്ചത് അപ്പുറത്തെ മറപ്പുര ഭാർഗവനാ. ഞാൻ ആരോടും പറഞ്ഞില്ലെന്നേയുള്ളൂ. വള്ളത്തിന് തീ പിടിച്ചറിഞ്ഞ് ഞങ്ങൾ പുറത്തോട്ട് വരുമ്പം അവൻ വേലിക്ക് പിറകിലേക്ക് മാറുന്നത് ഞാൻ കണ്ടതാ. അവൻ അങ്ങനെ ചെയ്യണമെങ്കിൽ പൊന്നുമോളെ, അത് നീയോ നിൻ്റെ കെട്ടിയോനോ മോനോ അറിയാതെ ആയിരിക്കത്തില്ലെന്ന് എനിക്ക് ശരിക്കറിയാം. അയൽക്കാർ തമ്മിൽ വഴക്കും വക്കണവും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് കരുതി നിൻ്റെ അച്ഛനോട് പോലും ഇക്കാര്യം ഞാൻ പറഞ്ഞിരുന്നില്ല. അപ്പുറത്ത് ചന്ദ്രിക ഞെട്ടിയെന്ന് വ്യക്തം. മറുപടി ഉണ്ടായില്ല. തൻ്റെ ഭാര്യയുടെ നാവിൽ നിന്ന് വന്ന വാക്കുകൾ കേട്ട് അവരെ തന്നെ തുറച്ചു നോക്കിയിരിക്കുകയായിരുന്നു മാധവനും. ഭാനുമതി തുടർന്ന് തിരക്കി. നീ എന്താടി മിണ്ടാത്തത്? ഒന്നും ആരും അറിയില്ലെന്ന് കരുതിയോ? ഒന്നുമല്ലേലും മറ്റാരേക്കാളും നിന്നെ അറിയുന്നവളല്ലേ ഞാൻ. ഇത്തവണ അപ്പുറത്ത് നിന്ന് മറുപടി വന്നു. അമ്മേ, ദേ വേണ്ടാത്തതൊന്നും ആരുടെയും ചെവിയിൽ എത്തിച്ചേക്കല്ലേ.
പിന്നെ പല്ലവിക്ക് അത് മതി. ചന്ദ്രികയുടെ സ്വരത്തിലെ ശക്തി അല്പം കൂടി കുറഞ്ഞു. പിടിക്കപ്പെട്ട കള്ളിയുടെ പിടിച്ചു നിൽക്കാനുള്ള ശ്രമം പോലെയായിരുന്നു അത്. ഞാനായിട്ട് ആരോടൊന്നും പറയാൻ പോകുന്നില്ല. പക്ഷേ അറിയേണ്ടവർ വഴി പല്ലവി ഇതിനേക്കാൾ വലിയ സത്യം അറിഞ്ഞടി. ചന്ദ്രികയ്ക്ക് മനസ്സിലായില്ല. എന്തറിഞ്ഞെന്ന് അമ്മ പറയുന്നത്? ഭാനുമതി ഒന്ന് ചിരിച്ചു. വിവാഹം വരെ പല്ലവിയെ കൊണ്ടെത്തിച്ച നിൻ്റെയും മകൻ്റെയും നാടകം അതെല്ലാം പൊളിഞ്ഞു. ആ ശ്രീജിത്തിൻ്റെ നാവിൽ നിന്ന് തന്നെ എല്ലാം പല്ലവി അറിഞ്ഞു. തുടർന്ന് വണ്ടാനം മെഡിക്കൽ കോളേജിൽ വെച്ച് തങ്കവും പല്ലവിയും ശ്രീജിത്തിനെ കണ്ടതും തുടർന്നുണ്ടായ സംഭവങ്ങളും എല്ലാം ഭാനുമതി മകളെ വിശദമായി പറഞ്ഞു കേൾപ്പിച്ചു. സ്തബ്ധരായിപ്പോയി ചന്ദ്രിക. ഇങ്ങനെയൊരു പരിണാമം അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല. തക്ക സമയത്ത് വിവാഹം നടക്കാതെ വന്നാൽ ഗൗതത്തിനെ അവൾ സ്വീകരിക്കുമെന്നാണ് കരുതിയത്. അതിനാണ് ഭാർഗവനെ കൊണ്ട് ആ നേരത്ത് അങ്ങനെയൊരു അഭിപ്രായം പറയിച്ചതും. ചന്ദ്രികയുടെ നിശബ്ദതയിലേക്ക് ഭാനുമതിയുടെ ഒച്ച ഫോണിലൂടെ പിന്നെയും ഒഴുകി വീണു. അതുകൊണ്ട് നീ അറിയാതെ പോലും പല്ലവിയുടെ മുന്നിൽ വന്ന് പെട്ടേക്കരുത്. അവളെല്ലാം മനസ്സിൽ അടക്കി വെച്ചേക്കുവാണ്. എനിക്കറിയാം. നിന്നെ മുന്നിൽ കിട്ടിയാൽ ചിലപ്പോൾ പല്ലടിച്ച് കൊഴിച്ചെന്നും വരും. മകളുടെ മറുപടിക്ക് കാക്കാതെ ഭാനുമതി കോൾ മുറിച്ചു. പിന്നെയും കുറച്ചു നേരം കൂടി ഫോണും കയ്യിൽ വെച്ച് അങ്ങനെ തന്നെ ഇരുന്നു ചന്ദ്രിക. അമ്മ ഇതെന്താ സ്വപ്നം കാണുകയാണോ? പിന്നിൽ ഗൗതത്തിൻ്റെ ശബ്ദം കേട്ട് അവൾ ഞെട്ടിത്തിരിഞ്ഞു. അമ്മയുടെ മുഖമെന്താ വല്ലാതിരിക്കുന്നത്? അവന് സംശയമായി. ചന്ദ്രിക മകനോട് കാര്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞു. ദത്തൻ അവിടെ ഉണ്ടായിരുന്നില്ല. നമ്മുടെ കയ്യിൽ നിന്ന് കാശും വാങ്ങിച്ചിട്ട്. എന്നാലും ശ്രീജിത്ത് അങ്ങനെ ചെയ്തല്ലോ. അവനെ ഞാൻ വച്ചിട്ടുണ്ട്. ഗൗതത്തിൻ്റെ പല്ലുകൾ ഞെരിഞ്ഞു. ഇനിയിപ്പോൾ ചോദിക്കാനും പറയാനുമൊന്നും പോകണ്ട. അവനെങ്ങാനും ഇക്കാര്യം പോലീസിൽ പറഞ്ഞാൽ വേറെ വിഷയമാകും. അങ്ങനെ വന്നാൽ വള്ളം കത്തിച്ചതിന് പിന്നിലും നീയാണെന്ന സംശയം വരും. മാത്രമല്ല ആ സഖാവ് കരുണനൊക്കെ അവരുടെ പക്ഷത്തുണ്ടെന്ന് മറക്കണ്ട. ചന്ദ്രിക മുന്നറിയിപ്പ് നൽകി. അമ്മ പറഞ്ഞത് ഞാൻ അനുസരിക്കാം. പക്ഷേ പല്ലവി അവൾ അങ്ങനെ സുഖിച്ച് ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അതിന് ഞാൻ എന്തും ചെയ്യും. ഒന്നിനും പിന്നിൽ നിന്ന് ഞാനാണെന്ന് യാതൊരു തെളിവും ഉണ്ടാകില്ല താനും. മകൻ്റെ മനസ്സിൽ എന്തെന്ന് ഊഹിക്കാൻ പോലും കഴിഞ്ഞില്ല ചന്ദ്രികയ്ക്ക്. ഗൗതം വെട്ടിത്തിരിഞ്ഞ് കനത്ത ചുവടുകളോടെ കോണിപ്പടികൾ കയറി. തൻ്റെ മുറിയിലെത്തിയ അവൻ ഫോണെടുത്ത് മറപ്പുര ഭാർഗവനെ വിളിച്ചു. ചേട്ടാ, പല്ലവിയുടെ കോഴികൾ മുട്ടയിട്ട് തുടങ്ങിയെന്ന് തോന്നുന്നു. കഴിഞ്ഞ ദിവസം ഭാനുമതിയേട്ടത്തി ഒരു പാത്രത്തിൽ മുട്ടയുമായി പോകുന്നത് കണ്ടു. ഭാർഗവൻ്റെ മറുപടി വന്നു. ഗൗതം അമർത്തി മൂളി. എങ്കിൽ ചേട്ടനൊരു പണിയുണ്ട്. അത് കഴിഞ്ഞാലുടൻ ഇങ്ങോട്ട് വരണം എൻ്റെ സമ്മാനം വാങ്ങാൻ. ഭാർഗവന് സന്തോഷമായി. ഗൗതം ഭാർഗവന് ചില നിർദ്ദേശങ്ങൾ നൽകി. ഭാർഗവൻ അത് സമ്മതിക്കുകയും ചെയ്തു. കൊച്ചു മുതലാളി പറഞ്ഞോട്ടെ, ചെയ്യാനല്ലേ ഞാനിവിടെ ഇരിക്കുന്നത്? അന്ന് രാത്രി ദമയന്തി ഉറങ്ങിയെന്ന് മനസ്സിലായപ്പോൾ ഭാർഗവൻ പതുക്കെ എഴുന്നേറ്റ് അടുക്കളയിലെത്തി. അടുപ്പിലിരുന്ന കലത്തിൻ്റെ അടപ്പ് തുറന്നു നോക്കി. ആവശ്യത്തിന് ചോറ് മിച്ചമുണ്ട്. അതിൽ പകുതിയോളം അയാൾ ഒരു പഴയ അലുമിനിയം ചരുവത്തിലേക്ക് നീക്കിയിട്ടു. തുടർന്ന് വർക്ക് ഏരിയയിലെ സിമൻറ്റ് മേശയ്ക്കടിയിൽ കമിഴ്ത്തി വെച്ചിരുന്ന ഒരു കുട്ട ഉയർത്തി. അതിൻ്റെ അടിയിൽ സൂക്ഷിച്ചിരുന്ന കീടനാശിനിയുടെ കുപ്പിയെടുത്തു. അത് തുറന്നപ്പോൾ തന്നെ അസഹ്യമായ ഗന്ധം ഉയർന്നു. മൂക്ക് പൊത്തി പിടിച്ചുകൊണ്ട് ഭാർഗവൻ അതിൽ കുറേ പാത്രത്തിൽ എടുത്ത ചോറിലേക്ക് ഒഴിച്ചു. ആവശ്യത്തിന് കീടനാശിനി ചോറിൽ വീണെന്നുറപ്പായപ്പോൾ മറപ്പുര ഭാർഗവൻ കുപ്പി അടച്ച് വീണ്ടും കുട്ടയുടെ അടിയിൽ തന്നെ വച്ച് കിടപ്പുമുറിയിലേക്ക് ചെന്നു. ഭാര്യ ദമയന്തി നല്ല ഉറക്കത്തിലാണെന്ന് ഉറപ്പാക്കി മടങ്ങി വന്ന് പൊട്ടിയ ചിരട്ടത്തവി കൊണ്ട് കീടനാശിനി ചോറിൽ ശരിയായി മിക്സ് ചെയ്തു. ഇനി നേരം പുലരുമ്പോഴേ കോഴികൾ തീറ്റെടുക്കത്തുള്ളൂ എന്ന് അയാൾ കണക്ക് കൂട്ടി. ആ നേരത്ത് ആരെങ്കിലും കണ്ടാൽ പോലും വല്ല പക്ഷിപ്പനിയുമാണെന്നേ സംശയിക്കൂ. ഭാർഗവൻ സ്വയം ഒന്ന് ചിരിച്ചു. ഗൗതം തനിക്ക് നോട്ടുകളുടെ ഒരു അടുക്ക് തരുന്നത് അയാൾ ഭാവനയിൽ കണ്ടു. അടുക്കളയിലെ ലൈറ്റ് അണച്ച ശേഷം ആ ഭാഗത്തെ വാതിൽ തുറന്ന് പുറത്തിറങ്ങി. മാനത്ത് മഴക്കാറുണ്ടായിരുന്നതിനാൽ നല്ല ഇരുട്ടായിരുന്നു. ആ ഇരുട്ടിലൂടെ മറ്റൊരു ഇരുൾക്കട്ടയായി ഭാർഗവൻ വേലിക്കപ്പുറം ഗോപിദാസിൻ്റെ വീട്ടുമുറ്റത്തെത്തി ഒരു നിമിഷം നിന്നു. എങ്ങും നിശ്ചലത. പാടത്തും പുത്തനാറിൻ്റെ കരയിലും ചീവീടുകളുടെ ശബ്ദം മാത്രമുണ്ട്. ഭാർഗവൻ കോഴിക്കൂടിന് നേർക്ക് നടന്നു. കൂടിന് ഏതാണ്ട് 10 അടി അടുത്തെത്തി. കോഴികളും നല്ല ഉറക്കത്തിലാണ്. അയാൾ ഒരടി കൂടി മുന്നോട്ട് വച്ചു. അപ്പോൾ തൻ്റെ കാലിൽ മുട്ടിന് താഴെ നൂൽക്കനത്തിൽ എന്തോ ഒന്ന് ഉരസിയത് പോലെ തോന്നി. കുനിഞ്ഞ് സൂക്ഷിച്ചു നോക്കി. ഒന്നുമില്ല. ഒരു പക്ഷേ ചിലന്തിവല മുട്ടിയതായിരിക്കും. അടുത്ത നിമിഷം ഗോപിദാസിൻ്റെ അടുക്കളയിൽ ഒരു സ്റ്റീൽ പാത്രം വീഴുന്ന ഒച്ച. അവിടെ ആരെങ്കിലും ഉണരുന്നോ എന്ന് അറിയുവാൻ നെഞ്ചിരിപ്പോടെ അയാൾ കാതോർത്തു. പല്ലവി, എന്താടി ഒരു ശബ്ദം? തങ്കം ചോദിക്കുന്നു. പൂച്ചയാണമ്മേ. ഒരെണ്ണം കുറച്ച് ദിവസമായി ഇവിടെ കറങ്ങി നടക്കുന്നുണ്ട്. പല്ലവിയുടെ മറുപടി. ഭാർഗവന് ആശ്വാസമായി. എങ്കിലും അവിടെ തന്നെ ഒരു പ്രതിമ പോലെ നിന്നു. കോഴിക്കൂട് തുറക്കുമ്പോൾ അവറ്റകൾ ശബ്ദമുണ്ടാക്കിയാലോ? ഉണർന്നവർ ഉറങ്ങട്ടെ. ആ സമയം പല്ലവി എഴുന്നേറ്റു. മൊബൈൽ ടോർച്ചിൻ്റെ വെളിച്ചത്തിൽ അടുക്കളയിൽ വീണ് കിടക്കുന്ന പാത്രം പരിശോധിച്ചു. അതിൽ വീടിൻ്റെ ഉത്തരത്തിലൂടെ കടത്തിയിട്ടിരുന്ന നൂല് കെട്ടിയിട്ടുണ്ടായിരുന്നു. ഇനിയും തങ്ങൾക്കെതിരെ ആരെങ്കിലും ചതിപ്രയോഗത്തിന് ശ്രമിച്ചാൽ
അത് അറിയാനുള്ള ഒരു സൂത്രം ഉപയോഗിച്ചിരുന്നു പല്ലവി. അവൾക്കും ബാലുവിന് മാത്രം അറിയാവുന്ന ഒരു രഹസ്യം. വള്ളത്തിന് തീയിട്ടതാണെന്ന് മനസ്സിലായ ദിവസം മുതൽ ഇരുവരും ചേർന്ന് നടത്തിയ ഒരു പദ്ധതിയായിരുന്നു അത്. സന്ധ്യ കഴിയുമ്പോൾ കോഴിക്കൂടിന് ഏകദേശം 10 അടി ചുറ്റി കനം കുറഞ്ഞ ഒരു നൂൽ കെട്ടും. ഉദ്ദേശം 1.5 അടി ഉയരത്തിൽ. ശത്രുക്കൾ ഇനി കോഴിയെ ഉന്നം വച്ചേക്കാം എന്ന പല്ലവിയുടെ ഉൾവിളിയായിരുന്നു കാരണം. നൂലിൻ്റെ ഒരഗ്രം മാത്രം മാവിൽ കെട്ടും. പിന്നെ ചുറ്റുപാടുമുള്ള വാഴയിലും മറ്റു ചെടികളിലുമൊക്കെ ചുറ്റുകയേ ചെയ്യും. രണ്ടാമത്തെ അഗ്രം ഉത്തരത്തിൻ്റെ മുകളിലൂടെ കടത്തി അടുക്കളയിൽ ഒരു പാത്രം കെട്ടിത്തൂക്കും. മനുഷ്യനോ നായ്ക്കളോ എന്തുമാകട്ടെ, നൂൽ കടന്ന് മുന്നോട്ട് നീങ്ങിയാൽ അത് പൊട്ടും. അടുക്കളയിൽ പാത്രം വീണാൽ അതാണ് സിഗ്നൽ. നായ്ക്കളാണെങ്കിൽ നടക്കുമ്പോൾ തലകുനിച്ച് മണത്തായിരിക്കും പോകുക. അപ്പോൾ നൂൽ പൊട്ടാനുള്ള സാധ്യത വിരളവുമാണ്. അതിരാവിലെ മറ്റാരും കാണാതെ പല്ലവി ആ നൂൽ അഴിച്ചു മാറ്റുകയും ചെയ്തിരുന്നു. ഇതിപ്പോൾ ഏതോ മനുഷ്യൻ കോഴികളെ ലക്ഷ്യം വെച്ച് വന്നതാണെന്ന കാര്യത്തിൽ അവൾക്ക് സംശയമില്ല. ചേച്ചി, തൊട്ടരികിൽ ബാലുവിൻ്റെ പതിഞ്ഞ ഒച്ച. വാടാ, എല്ലാം നേരത്തെ പറഞ്ഞതുപോലെ. കഥ തുടരും.